എത്രയോ മുസ്ലിം സഹോദരങ്ങളാണ്, സഹോദരിമാരാണ് ശരീരത്തിന്റെ നഗ്നതകൾ മറയ്ക്കാതെ ഹറാമായ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് ഈ ഭൂമി ലോകത്ത് അടിച്ചു പൊളിക്കുന്നത്. പാർക്കിൽ നിലകൊള്ളുകയല്ലയോ, മാളിൽ പോയി രസിക്കുകയല്ലയോ, വൈകുന്നേര സമയമാകുമ്പോൾ ബീച്ചുകളിൽ പോയി ആറാടുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, നിനക്കുള്ള ശിക്ഷയാണ്, ശിക്ഷയാണ്. നമസ്കാരത്തെ വൃഥാവിലാക്കുന്നവരല്ലേ, നമസ്കാരത്തെ തൃണവൽഗണിക്കുന്നവരല്ലേ, അതിനെ പാഴാക്കുന്നതായ മുസ്ലിമേ, നിനക്ക് നൽകുന്ന നരകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ലോകരെ പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവിൽ കള്ളുകുടിച്ച് രസിച്ച് രമിച്ച് ഔറത്ത് മറയ്ക്കാതെ ഹറാമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാർ പഠിച്ചു വെച്ചോ, നാളെ നിങ്ങൾക്ക് നൽകുന്ന ശിക്ഷ അതികഠിനമായിരിക്കും. അല്ലാഹു കാക്കുമാറാവട്ടെ. ആമീൻ. ഉറക്കെ പറയും സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് സംരക്ഷണം നസീബാക്കട്ടെ. അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിച്ചോ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ദുന്യാവാണിത്. ദുന്യാവിന്റെ ആലസ്യതയിൽ മുഴുകിപ്പോകാൻ പാടില്ല, ദുന്യാവിന്റെ കെണിയിൽ പെട്ടുപോകരുത്. ഭൗതിക ലോകത്തിന്റെ പച്ചപ്പിലേക്ക്, അതിൻ്റെതാകുന്ന ഉന്മാദത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ ദുന്യാവ് കിണഞ്ഞ് പരിശ്രമിക്കും. പക്ഷെ നമ്മളതിൽ പെട്ടുപോകാൻ പാടില്ല. തങ്ങൾ പറഞ്ഞുവല്ലോ, ഈ ദുന്യാവ് അതിസുന്ദരിയായ പെണ്ണിനെ പോലെയാണ്, പെണ്ണിനെ പോലെയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഡോഗരെ പഠിപ്പിക്കുകയാണ്. ദുന്യാവ് നിനക്ക് നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ പോലെ, അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പോലെ നിനക്ക് തോന്നിക്കുമേ, പക്ഷെ ആ പെണ്ണിൽ മാരകമായ രോഗമുണ്ട്, രോഗമുണ്ട് എന്നതുപോലെ ഈ ദുനിയാവിൽ നീ അകപ്പെട്ടു പോയാൽ നിന്നെ ആ രോഗം പിടികൂടുമേ, അതിലൂടെ നീ നശിക്കാൻ ഹേതുമാകുമേ എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതിസുന്ദരിയായ നല്ല തറവാട്ട് മഹിമയുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിലേക്ക് ആരെയും ആകർഷിപ്പിക്കും. അവളുടേതാകുന്ന സൗന്ദര്യം കൊണ്ട് ആരും ആകർഷയാകും. പക്ഷെ ആ പെണ്ണിൽ മാരകമാകുന്ന രോഗമുണ്ട്, മാരകമാകുന്ന രോഗമുണ്ട്. നീ അവളുമായി ബന്ധപ്പെട്ടാൽ നിന്നിലേക്ക് ആ രോഗം പടരും. അങ്ങനെ പടർന്നാൽ നിനക്ക് പെട്ടെന്ന് മരണമുണ്ടാകും എന്നതുപോലെയാണ് ദുന്യാവ്. ദുന്യാവിൻ്റെതാകുന്ന ആസ്വാദനങ്ങളിൽ മനുഷ്യനെ വല്ലാതെ ഹഠാത് ആകർഷിക്കും. ഇവിടെയുള്ള സിനിമ, ഇവിടെയുള്ള സീരിയൽ, ഇവിടെയുള്ള ആണ്, ഇവിടെയുള്ള പെണ്ണ്, ഇവിടുത്തെ സൗന്ദര്യം ഒക്കെ നിനക്ക് ആകർഷിക്കും. അതിൽ നീ പെട്ടുപോയാൽ നീ വല്ലാത്ത രോഗിയായി മാറും, മാരകമാകുന്ന രോഗത്തിനടിമപ്പെട്ടു പോകും, പെട്ടെന്ന് തന്നെയുള്ള മരണമുണ്ടാകും, നിനക്ക് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്നിപ്പോ പുതിയ തലമുറ പ്രണയ ജോഡികളെ തേടിക്കൊണ്ട് നിലകൊള്ളുന്ന സമയമാണ് അല്ലേ? ഏതാ ഇന്നിപ്പോ എത്രയായി? ഫെബ്രുവരി ഡേറ്റ് എത്രയായി? 9. നാളെ 10. ഫെബ്രുവരി 7 മുതലൊക്കെ തുടങ്ങി കുട്ടികൾ ഓരോ ദിവസത്തെ തയ്യാറെടുത്തുകൊണ്ടിരിക്കാൻ. പറയുമ്പോഴേ ചെറുപ്പക്കാർക്ക് കത്തും, അല്ലാത്തവർക്ക് മനസ്സിലാവൂല. 14 വേണ്ടി കാത്തിരിക്കുകയാണ് പ്രണയ ജോഡികൾ. വാലന്റൈൻസ് ഡേ. ഈ വാലന്റൈൻസ് ഡേക്ക് മുമ്പ് തന്നെ 7 ദിവസം മുമ്പ് മുതൽക്ക് തന്നെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കുന്ന ദിവസങ്ങളാണ്. ഫെബ്രുവരി 7 റോസ് ഡേ എന്നാണ് പേരിട്ടിരിക്കുന്നത്. റോസ് ഡേ, റോസാപ്പൂ കൈമാറുന്ന ദിവസമാണ്. ഫെബ്രുവരി 8 പ്രപ്പോസ് ഡേ. ചെറുപ്പക്കാര് വിളിക്കുന്ന ഓമന പേരാണ് പ്രപ്പോസ് ഡേ. നമ്മൾ മനസ്സിലാക്കണം, പുതിയ തലമുറ അറിയണം. ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ. ഇന്നത്തെ ദിവസം ഏതായിരുന്നു? ചോക്ലേറ്റ് ഡേ ആണ്. കാമുകിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന ദിവസമാണ്. കാമുകൻ അങ്ങോട്ടും കൊടുക്കും, കാമുകി ഇങ്ങോട്ടും കൊടുക്കും. രാവിലെ മക്കളുടെ ബാഗിലൊക്കെ വല്ലതും ചോക്ലേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കോ, ഏകദേശം മകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. തീർന്നില്ല, നാളത്തെ ദിവസം ടെഡ്ഡി ഡേ ആണ്. എന്താ ടെഡ്ഡി ഡേ? കളിപ്പാവ കൊടുക്കുന്ന ദിവസമാണ്. കളിപ്പാവ കാമുകന് കൈമാറുന്ന ദിവസമാണ്. ഓരോ ദിവസത്തിന് ഓരോ പേരാണ്. ഇത് വർഷങ്ങളായിട്ട് നിലകൊള്ളുകയാണ്. നമ്മുടെ സമൂഹം, മുസ്ലിം സമുദായമാണ് ഇത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തുകൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 11 ദിവസം പ്രോമിസ് ഡേ ആണ്. പ്രോമിസ് ചെയ്യാൻ പ്രപ്പോസ് ഡേ ഉണ്ട്, പ്രോമിസ് ഡേ ഉണ്ട്. 12 ദിവസം ആകുമ്പോൾ പ്രോമിസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കിസ് ഡേ ആണ്. പരസ്പരം ഇണക്കുരുവികളെ പോലെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ലിപ്ലോക്ക് ചെയ്തുകൊണ്ട് നിലകൊള്ളുക. അതാണ് 12 ദിവസം കിസ് ഡേ. 13 ദിവസമാകുമ്പോൾ അതും കഴിഞ്ഞു ഹഗ് ഡേ ആയി. മുസാഫാത്ത് കഴിഞ്ഞു. ഇനി പിടിച്ച് മോയനൊക്കെയാണ്. കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് ഒന്നും കൂടി റാഹത്തായിട്ട് നിൽക്കുക. അതാണ് ഹഗ് ഡേ. ഹഗ് ഡേ 13 പറയുന്ന പേരാണ്. ഫെബ്രുവരി 13.
ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ഏകദേശം എല്ലാം കഴിഞ്ഞ് കുളിക്കാൻ പോകുന്ന ദിവസമാണ് അന്നത്തെ ദിവസം. എല്ലാം കഴിയും അന്നത്തെ ദിവസം. അതാണ് 14 ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. കുറഞ്ഞതൊരു പൂവെങ്കിലും കൊടുത്തിട്ട് മുസാഫഹത്ത് ചെയ്യുന്ന ദിവസമാണ്. ഇതൊക്കെയാണ് നമ്മുടെ തലമുറയിൽ നടക്കുന്നത്. മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മുടെ മാതാപിതാക്കൾ അറിയണം, പുതിയ തലമുറ രക്ഷിതാക്കൾ അറിയണം. കാരണം ചെറുപ്പക്കാരായ ആളുകൾ ഈ ദിവസങ്ങളൊക്കെ പ്രാധാന്യം കൊടുത്തു തുടങ്ങി, നേരത്തെ തുടങ്ങി. ഫെബ്രുവരി 14 ഒരു ദിവസം മാത്രമല്ല, ഫെബ്രുവരി 7 മുതൽക്കേ തുടങ്ങിയിരിക്കുന്നു ആഘോഷങ്ങൾ. എന്താണ് യഥാർത്ഥത്തിൽ ഈ വാലന്റൈൻസ് ഡേ? എന്താണ് വാലന്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? പുതിയ തലമുറ അറിയണം. 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്നതാകുന്ന ക്ലോഡിയസ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കത്തോലിക്ക ബിഷപ്പിന്റെ പേരായിരുന്നു വാലന്റൈൻ എന്ന് പറയുന്ന ഒരു ബിഷപ്പ്. റോമിലെ ഭരണാധികാരിയാകുന്ന ക്ലോഡിയസ് ചക്രവർത്തി ഒരു നിയമം പാസാക്കി. നാട്ടിൽ ഇനി വിവാഹം ആരും കഴിക്കാൻ പാടില്ല. കാരണം വിവാഹം കഴിച്ചതായ ആളുകൾ കുടുംബജീവിതം മാത്രം അതിൽ തന്നെ ഒതുങ്ങി നിന്ന് നാട്ടിലുള്ളതാകുന്ന യുദ്ധത്തിന്റെ വിളംബരമുണ്ടാകുമ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ യുദ്ധത്തിനൊന്നും വരാതെ പരിപൂർണമായി കുടുംബത്തെ നോക്കിക്കൊണ്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു സ്വഭാവം വിവാഹം കഴിച്ചവരിലുണ്ടായിരിക്കെ രാജാവ് ക്ലോഡിയസ് ചക്രവർത്തി പറഞ്ഞു, ഇനി ഈ നാട്ടിൽ ആരും വിവാഹം കഴിക്കാൻ പാടില്ല, വിവാഹം കഴിക്കൽ നിർത്തലാക്കാൻ കർശന നിയമമായി വിലക്കേർപ്പെടുത്തി. പക്ഷെ ഈ വിലക്കേർപ്പെടുത്തിയതാകുന്ന വിവരം കത്തോലിക്ക ബിഷപ്പാകുന്ന വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തിക്കും അറിയാം. അദ്ദേഹം എന്ത് ചെയ്തു? രഹസ്യമായിട്ട് സ്നേഹിക്കുന്നതാകുന്ന കമിതാക്കളെ തമ്മിൽ ഒരുമിപ്പിക്കാൻ തുടങ്ങി. രഹസ്യമായി ബിഷപ്പ് വിവാഹം ചെയ്തു കൊടുക്കാൻ തുടങ്ങി. ഇതറിഞ്ഞതാകുന്ന രാജാവ് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടു. കാരണം രാജ്യത്തിന്റെ നിയമത്തിന് എതിരായി കൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. പ്രണയ ജോഡികളെ രഹസ്യമായി വിവാഹം ചെയ്തു കൊടുക്കുന്നത് അറിഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തെ പിടിച്ചു ജയിലടച്ചു. എന്നാൽ ജയിലിലും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ജയിലറാകുന്ന അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെതാകുന്ന മകൾ അന്ധയാണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത പെണ്ണാണ്. അവളെ ഇടയ്ക്കിടയ്ക്ക് ജയിലറെ കാണാൻ വേണ്ടി അവിടെ വരും. അപ്പൊ പതുക്കെ ലൈനടി തുടങ്ങി അങ്ങോട്ടേക്ക്. ജയിലിനകത്താണെങ്കിലും മൂപ്പറ കണ്ണ് കോഴിക്കോട്ടിലാണ്. മൂപ്പര് പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഈ പെണ്ണിനെ കറക്കിയെടുത്ത് അന്ധയായ പെണ്ണാണ്. ആ അന്ധയാകുന്ന പെണ്ണിനെ അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജയിലറുടെ മകളുമായി പ്രണയത്തിലായി. പ്രണയം പാടില്ല, വിവാഹം പാടില്ല എന്നൊക്കെ കർശനമായി രാജാവ് വിലക്കേർപ്പെടുത്തിയിരിക്കാൻ. എന്നിട്ട് അതിന് വിഘാതമുണ്ടായപ്പോഴാണ് ജയിലിലിട്ടത്. ആ ജയിലിലും പിന്നെയും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ അവന്റെ തല വെട്ടിക്കോളാൻ പറഞ്ഞു. വാലന്റൈൻ എന്ന് പറയുന്ന ബിഷപ്പിന്റെ തലവെട്ടാൻ രാജാവ് ഓർഡർ ഇട്ടു. AD 270 ഫെബ്രുവരി 14 അദ്ദേഹത്തിന്റെ തലവെട്ടാൻ വേണ്ടി ഓർഡർ ഇടുക. ഓർഡർ വന്നു. തലവെട്ടുന്ന ദിവസം 14ന്റെ ദിവസം എത്തി. അദ്ദേഹം പോകുന്നതിന് മുമ്പായിട്ട് ഫ്രം യുവർ വാലന്റൈൻ, നിന്റെ സ്നേഹനിധിയാകുന്ന വാലന്റൈൻ എന്ന് പറഞ്ഞ ഒരു കത്ത് അദ്ദേഹം തന്റെ അസ്റ്റീരിയസിൻ്റെതാകുന്ന ജയിലറുടെ മകളാകുന്ന പ്രണയ ജോഡിയാകുന്ന അന്ധയായ പെണ്ണിനെ കൈമാറിയെന്നാണ് ചരിത്രം. അന്നാണ് അദ്ദേഹത്തിന്റെ തല വെട്ടിയത്. കത്തോലിക്ക ബിഷപ്പുകാരനായിരുന്ന വാലന്റൈൻ എന്ന് പറയുന്ന AD 270 കാലഘട്ടത്തിൽ ജീവിച്ച് ആ വർഷത്തിൽ അദ്ദേഹത്തിൻ്റെതാകുന്ന ഫെബ്രുവരി 14 പ്രണയവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ നാട്ടിൽ കോലാഹലമുണ്ടായപ്പോ തലവെട്ടിയെടുക്കുകയും ചെയ്തതാകുന്ന ദിനത്തെ നിലനിർത്തിക്കൊണ്ട് സ്മരിച്ചുകൊണ്ടാണ് ഇന്നും ആ പാശ്ചാത്യരുടേതാകുന്ന ജീവിത ശൈലി നമ്മുടെ തലമുറയിൽ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞൊരു ദിവസത്തെ പ്രണയ കാമുകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ കൈമാറ്റം പൂവൽ കൈമാറ്റം കൊടുക്കുക. യഥാർത്ഥത്തിൽ ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ഇതെവിടുന്ന് വന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മുടെ പുതിയ തലമുറ ചെറുപ്പക്കാർക്ക് ഇത് അറിയുന്നില്ല. അവർ ഈ വാലന്റൈൻസ് ഡേ കേട്ടിടം മുതലേ പൂവായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. 7 ദിവസം മുമ്പേ പരിപാടി ഉണ്ടെങ്കിൽ 7 ദിവസം മുമ്പേ ഇറങ്ങാൻ. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ഇതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. ഇസ്ലാമിൽ അടിസ്ഥാനമില്ലെന്ന് മാത്രമല്ല, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പശ്ചാത്തലം എന്ന് പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്നവരൊക്കെ അതിൽ നിന്ന് മാറുക തന്നെ ചെയ്യും. ഒരാളുടെ തലവെട്ടിയ ദിവസമാണത്. മനസ്സിലാക്കണം നമ്മൾ. ഞാനിത് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമ്മൾ ഇന്നും പാശ്ചാത്യരെ പിൻപറ്റുന്ന ശൈലിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റിയില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ആഖിറം നഷ്ടമായി പോകും, നരകത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം തീർച്ചയാണ്.
1000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നിരം അതിനെ വല്ലാതെ ചുവന്നു തുടുത്തപ്പോ വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കാൻ പറയുകയാണ്. ആ ചുവപ്പ് മാറി വെളുപ്പ് നിറത്തിലേക്ക് എത്തുകയാണ്. അല്ലാഹു നരകത്തിന്റെ കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. 3000 വർഷമാണ് നരകത്തെ അല്ലാഹു സൃഷ്ടിക്കാൻ എടുത്തതെന്ന് നബിയുനാ റസൂലുള്ളാഹി. രാവും പകലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന നരകത്തെ പടയ്ക്കുകയാണ്. 3000 വർഷമാണ് നരകത്തെ സൃഷ്ടിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ വഹിയ സൗദാഉൻ മുളിമാ. 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ടപ്പോ ആ നരകത്തിന്റെ നിറം വല്ലാതെ മാറിപ്പോവുകയാ. വെളുപ്പ് മാറി അതിന്റെ നിറം കറുപ്പിലേക്ക് പോയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതികഠിനമാകുന്ന ചൂടാണ് ആ നരകത്തിന്റെ. വല്ലാത്ത ചൂടാണ് സ്വഹാബ, വല്ലാത്ത പ്രയാസമാണ്. ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും ഭയപ്പെടുന്നതായ ഇരുൾ മുറ്റപ്പെട്ടതാകുന്ന നിലയിലേക്ക് നരകത്തിന്റെ നിറം അല്ലാഹു മാറ്റി എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിലേക്കാണ് നാളെ തിന്മയുടെ വാഹകരെ എടുത്തെറിയുക. അല്ലാഹു കാക്കുമാറാവട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോ നിങ്ങൾ. قال رسول الله صلى الله عليه وسلم നബിയന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ലതത്തബിയന്ന സുനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകൂ ജുഹറ ലബ്ബിൻ ലസലക്തുമൂ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് لتتبعن سنن من قبلكم شبرا بشبر وذراعا بذراع. തീർച്ചയായും നിങ്ങൾ പിൻപറ്റുമോ സഹാബ ശിബറം ബിശിബിരിൻ, ചാണിനെ ചാണായി, വദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി നിങ്ങൾ മുൻഗാമികളെ പിൻപറ്റുമോ സഹാബ. ഒരു ഉടുമ്പിന്റെ മാളത്തിനുള്ളിലേക്ക് അവർ പ്രവേശിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിലേക്ക് കടക്കാൻ വേണ്ടി തുനിയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടുമ്പിന്റെ മാളം, അതിലേക്ക് പ്രവേശിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ചെറിയ ദ്വാരമാണ്. പക്ഷെ അത് പ്രവേശിക്കുന്നത് മുൻഗാമികൾ അങ്ങനെ കടക്കുന്നത് കണ്ടാൽ നിങ്ങൾ അതിനും തുനിയും, എങ്ങനെയെങ്കിലും അതിനുള്ളിൽ കയറിപ്പറ്റാൻ നോക്കും. അത്രയേറെ അണുവിട ചലിക്കാതെ പരിപൂർണമായി നിങ്ങൾ പാശ്ചാത്യരെ പിൻപറ്റുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് അൽ യഹൂദ വൻ നസാറ, തങ്ങൾ ഈ പറഞ്ഞതായ മുൻഗാമികൾ ജൂതന്മാരെയും നസ്രാനികളെ കുറിച്ചുമാണോ റസൂലേ? മുസ്ലിം സഹോദരങ്ങൾ ജൂതന്മാരെയും നസ്രാനികളെയും പരിപൂർണമായി പിൻപറ്റുമെന്നാണോ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ശരി തന്നെയാണ്, അവരല്ലാതെ മറ്റാരെയുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജൂതന്മാരെയും ക്രൈസ്തവരെയും അണുവിട വ്യതിചലിക്കാതെ ഈ ഉമ്മത്താകുന്ന മുസ്ലിം സമുദായത്തിന്റെ ഉമ്മത്ത്, മുഹമ്മദിന്റെ ഉമ്മത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം പരിപൂർണമായി പിൻപറ്റുന്നത് കാണാതെ ലാ തഖൂമു സ്സാഅ, ലോകം അവസാനിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ അവരെന്താണോ ചെയ്യുന്നത് അതേപോലെ പരിപൂർണമായി പിൻപറ്റുകയാണ് ഈ ഉമ്മത്ത്. അല്ലാഹുവേ ഞങ്ങളതേ കാക്കണേ അല്ലാ. മുസ്ലിം സഹോദര സഹോദരിമാര് ഏതെല്ലാം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ ആ ആഘോഷങ്ങളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ അവരെക്കാൾ മുൻപന്തിയിൽ ആ ദിവസങ്ങൾ കാത്തിരിക്കുകയും ആ ആഘോഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നത് ഈ സമുദായത്തിന്റെ മക്കളല്ലേ. ആഖിറം നഷ്ടമാണ്. ആരാണിന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ആരാണിന്ന് ഓണം ആഘോഷിക്കുന്നത്? ഈ ആഘോഷങ്ങളുടെ പിറകെ ഓടി നടക്കുന്നത് ഈ സമുദായത്തിന്റെ മക്കളല്ലേ,
മക്കളല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളെ ഗൗനിക്കാതെ ആ മാസങ്ങളെ തൃണവൽഗണിക്കുന്നവരല്ലേ? പരിശുദ്ധമായ റജബും ശഅബാനും ഇതാ റമദാനിന് മുന്നോടിയായി നന്നാവാനുള്ള മാസങ്ങളായി അള്ളാഹു നിനക്ക് നൽകിയിട്ട് ഈ മാസങ്ങളെ ശ്രദ്ധിക്കാതെ തൃണവൽഗണിച്ച് അവഗണിച്ച് നടക്കുന്നതായ സമുദായത്തിന്റെ ഏറ്റവും ഇത്തിക്കണ്ണികളായി നമ്മൾ മാറിയില്ലേ? ആഖിറം നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാണ്. ഏതെല്ലാം മോശപ്പെട്ട ശൈലി അവലംബിച്ചാലും, പാശ്ചാത്യ ലോകം ഏതെല്ലാം ശൈലിയിലേക്ക് പോയാലും, മുൻഗാമികളാകുന്ന ജൂതനസ്രാക്കൾ ഏതെല്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചാലും അണുവിട വ്യതിചലിക്കാതെ ഈ ഉമ്മത്തത് പ്രവർത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തുന്നില്ല. ലോകൈക ഗുരു വീണ്ടും പറയുകയാണ്, ലയഅതിയന്ന അലാ ഉമ്മതി. ഈ സമുദായത്തിന്, എന്റെ സമുദായത്തിന് ഒരു സമയമെത്തും സഹാബ. ആ സമയത്ത് മുൻഗാമികളായ ആളുകളെ അവർ പിൻപറ്റും സഹാബ. ചാണിന് ചെരുപ്പിന് ചെരുപ്പായി അവരതാ ഏത് കാലാണോ വെച്ചിട്ടുള്ളത്, എവിടേക്കാണോ പാദം വെച്ചിട്ടുള്ളത്, അങ്ങോട്ട് തന്നെ കൃത്യമായി തിരിയുമേ. അണുവിട വ്യതിചലിക്കാതെ ജൂതനസ്രാക്കളുടെ പ്രവർത്തനം ഈ ഉമ്മത്ത് ഏറ്റെടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1400 വർഷം മുമ്പ് നബിതങ്ങൾ പറഞ്ഞത് ഇന്ന് ഈ തലമുറയിൽ പുലർന്നു. നമ്മുടെ ജീവിതത്തിലാണത് കാണുന്നത്. എന്തെല്ലാം നീചവൃത്തികളുണ്ടോ അതൊക്കെ ഈ തലമുറ ഏറ്റെടുത്തു. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിസ്കാരമുണ്ടു എന്ന് പറയുന്നു മാത്രം, നിസ്കാരത്തിലൊന്നും ഒരു ഇഖ്ലാസുമില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിലൂടെ അല്ലാഹു യഥാർത്ഥ സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആരാണ്? ഏത് മുഅ്മിനാണ് വിജയിച്ചത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചുവത്രേ, സത്യവിശ്വാസികൾ വിജയിച്ചുവത്രേ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളതായ ഏത് മുസ്ലിം ഉണ്ടോ, മുസ്ലിമത്തുണ്ടോ, അവർ വിജയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. നമസ്കാരത്തിൽ ഖുശൂഉള്ളവരുണ്ടോ? നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ കച്ചവടത്തെ കുറിച്ച് ചിന്തിക്കുന്നവരല്ലേ, ജോലികളെ കുറിച്ച് ചിന്തിക്കുന്നവരല്ലേ, മനസ്സ് പലയിടത്തും പായിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരല്ലേ, വെറുതെ വന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞുകൊണ്ട് എത്രയും വേഗം നമസ്കാരത്തെ തീർക്കാൻ ആ രീതിയിൽ തന്നെ നമസ്കാരത്തോട് അലംഭാവം
വെക്കുന്ന തലമുറകളായി ഈ തലമുറ മാറിയില്ലയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യഥാർത്ഥ മുഅ്മിൻ, ജയിച്ചതാകുന്ന മുഅ്മിൻ, ദുനിയാവും ആഖിറവും വിജയിച്ചതായ മുഅ്മിൻ, അവൻ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നമസ്കാരത്തിൽ വലിയ ഭയഭക്തി ഉണ്ടാവും. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. മാത്രമല്ല, തീർന്നില്ല. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഏതെല്ലാം തെറ്റുകളുണ്ടോ, ഏതെല്ലാം പാഴാകുന്നതായ സ്ഥലങ്ങളുണ്ടോ, ഗാനമേള സദസ്സുകളുണ്ടോ, ഏതെല്ലാം ഉത്സവങ്ങളുണ്ടോ, ഏതെല്ലാം ഉറൂസിന്റെ പേരിൽ നടക്കുന്ന തെമ്മാടിത്തരങ്ങളുണ്ടോ, ആന എഴുന്നള്ളത്തുകളുണ്ടോ, ഉറൂസുകളുടെ പേരിൽ എത്രയോ മോശപ്പെട്ട ശൈലികൾ ഇന്ന് ഈ തലമുറയിൽ നടക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ? മണത്തലയിൽ ഉറൂസ് എന്ന പേരിൽ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുകയാണ്, നൃത്തം ചവിട്ടുകയാണ്. എവിടെയാണ് നടക്കുന്നത്? അള്ളാഹുവിന്റെ ദീന് ഈ ലോകത്ത് പരിപൂർണമായി നിലനിർത്താൻ വേണ്ടി രാവും പകലും അധ്വാനിച്ചതാകുന്ന ഔലിയാക്കൾ കടന്നുറങ്ങുന്ന മണ്ണിൽ ഇത്തരത്തിലുള്ളതാകുന്ന കൂത്തരങ്ങൾ നടക്കുകയല്ലയോ? കൂറ്റനാടെന്ന് പറയുന്ന പ്രദേശത്ത് ഒരാനയടഞ്ഞിട്ട് ഒരു പാവപ്പെട്ടതാകുന്ന സഹോദരനെ കുത്തിക്കൊന്നതും ഈ തലമുറ കണ്ടില്ലയോ? നേർച്ചകളുടെ പേരിൽ പൂരമാക്കുകയാണ്, നേർച്ചകളെ മോശമാകുന്ന രീതിയിലേക്ക് വക്രീകരിച്ചു കൊണ്ടുവരുകയാണ്, അതിൽ ഹറാമുകൾ കടത്തിക്കൂട്ടുകയാണ്. ആനയെഴുന്നള്ളത്തും ചെണ്ടമേളകളും വാദ്യമേളങ്ങളും സിനിമാറ്റിക് ഡാൻസുകളും ബ്രേക്കുകളും ഗാനമേള ട്രൂപ്പുകളുമായി കടന്നു വന്നുകൊണ്ട് ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന ഈ മഹനീയമാക്കപ്പെട്ട ഉറൂസുകളെ നശിപ്പിക്കുകയല്ലയോ? അവരുടെ പൊരുത്തം കിട്ടാത്ത പ്രവണതയായി ഈ തലമുറ മാറിയില്ലയോ? അവിടെയെല്ലാം മക്കനയിട്ട സഹോദരിമാര്, അവിടെയെല്ലാം മുസ്ലിം ചെറുപ്പക്കാരുടെ സാന്നിധ്യമാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണാൻ, ആ പെണ്ണിലേക്കൊന്ന് ലയിക്കാൻ, അവരുടെ മുന്നിൽ ഫോൺ ഓൺ ചെയ്തുകൊണ്ട് മണിക്കൂറുകളോളം ഉറക്കമൊഴിച്ചുകൊണ്ട് നിൽക്കാൻ ഈ സമുദായത്തിൻ്റെതാകുന്ന ചെറുപ്പക്കാര് തയ്യാറാവുകയല്ലയോ? ആഖിറം നഷ്ടമാണ്. ഇത്തരത്തിലുള്ള കൂത്തരങ്ങുകൾ ഇസ്ലാമിൽ പെട്ടതല്ല. ഇത്തരത്തിലുള്ളതാകുന്ന നേർച്ചകളുടെ പേരിൽ നടക്കുന്ന ഈ തമ്മാടി തരങ്ങൾ ഒരു കാലഘട്ടത്തിലും ഒരു അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും അനുവദിച്ചു നൽകിയിട്ടില്ല. ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന നീചവൃത്യങ്ങൾ അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ചെയ്യരുതേ മുസ്ലിമേ. അത്തരത്തിലുള്ള മജ്‌ലിസുകളിലേക്ക് നിങ്ങൾ പോകരുതേ. നാളെ ആഖിറം നഷ്ടമാണ്. അത്തരത്തിലുള്ള ഉത്സവ പരിപാടികളിലൊക്കെ നമ്മുടെ തലമുറ പോയി നിന്നുകൊണ്ട് നൃത്തം ചവിട്ടാൻ ലക്ഷങ്ങൾ അതിനുവേണ്ടി കൊടുക്കാണ് ഈ തലമുറ. അള്ളാഹു നമ്മുടെ ഈമാനിനെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. കണ്ടില്ലേ നിങ്ങൾ? കഴിഞ്ഞ ദിവസം ഒരു ആന ഇടഞ്ഞിട്ട് കൂറ്റനാട് നേർച്ചയിൽ കണ്ടില്ലേ? ഒരാളെ കുത്തിക്കൊന്നു, വേറൊരുത്തൻ സെക്കൻഡ് കൊണ്ട് രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. വീഡിയോ ഒക്കെ കണ്ടാൽ നമുക്ക് വല്ലാതെ ഭയന്നു പോകും. ഈ തലമുറ എവിടേക്കാണ് പോകുന്നത്? എത്ര കാലങ്ങളായി ഇത് പാടില്ല എന്ന് ഉലമാക്കൾ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു. ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിടുന്നതല്ലാതെ ആലിമീങ്ങളുടെ വാക്കുകളെ തൃണവൽഗണിക്കുന്ന മുസ്ലിം സമുദായത്തിലെ പണത്തിന്റെ പേരിൽ നിലകൊള്ളുന്നതാകുന്ന കമ്മിറ്റി ഭാരവാഹികൾ പൈസയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ളതാകുന്ന ഉറൂസുകളെ ആനയും മേളയും വാദ്യോപകരണങ്ങളും കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ളതാകുന്ന മോശപ്പെട്ട ശൈലിയിലേക്ക് ഉറൂസ് മാമാങ്കമാക്കി മാറ്റുന്നതാകുന്ന തലമുറയിലെ ആളുകൾ. ആഖിറം നഷ്ടമാണ്, പരലോകം നഷ്ടമാണ്. നാളെ അല്ലാഹുവിന്റെ മുന്നിൽ നിങ്ങൾ ഹിസാബ് നേരിടേണ്ടി വരും. വലിയ വിചാരണ, കനത്ത വിചാരണ നേരിടേണ്ടി വരും. ഇതൊരു നിസ്സാര കാര്യമല്ല. ആണ്ട് നിറച്ചിക്ക് ഒരു അന്യ പെണ്ണിനെ കൊണ്ടുവന്ന് അരപ്പാവട ഇട്ട് കൊടുത്തിട്ട് ഡിസ്കോ ബ്രേക്ക് കളിക്കുക. എന്നിട്ട് എല്ലാവരും താഴെ നിന്നിട്ട് റാഹത്തായിട്ട് മേറാജ് ആ റാഹത്തായിട്ട് ശരിക്കും നോക്കിയിരിക്കുക. സെറ്റ് കൊള്ളാമല്ലോ പരിപാടി. പള്ളിയിലെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ തുള്ള റാഹത്ത് എല്ലാവരും കൂടി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് നമ്മുടെ അവസ്ഥ? ദീൻ എവിടെ പോയി ആലോചിച്ചു. ഇത് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ദീനില്, ഇത് പാടില്ല എന്ന് പഠിപ്പിച്ച ഔലിയാക്കളുടേതാകുന്ന ഉറൂസിന്റെ അവരുടെ തിരുമുറ്റത്ത് നടക്കുന്ന തോന്നിവാസങ്ങളാണ്. ഇതൊന്നും ചോദിക്കാനും പറയാനും ഇതിനെതിരെ കൃത്യമായിട്ട് നിലകൊള്ളാനും നാട്ടിലുള്ള ചെറുപ്പക്കാരില്ലേ, ചങ്കൂറ്റമുള്ള ചെറുപ്പക്കാരില്ലേ, രക്തത്തിളപ്പുള്ള യുവാക്കളില്ലേ? എന്തു പറ്റി ഈ സമുദായത്തിന്? ഈ സമുദായത്തിന് തിന്മകൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നല്ലോ, ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്നവരുണ്ടായിരുന്നല്ലോ. ഇതൊന്നും നാട്ടിൽ നടക്കില്ല, പാടില്ല എന്ന് എതിർത്തുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളുണ്ടായിരുന്നല്ലോ. അതൊക്കെ പരിപൂർണമായി ഒഴിവായി പോയി. ഇന്ന് എല്ലാവരും ഇതിന്റെ പിറകില. എന്തേ നടത്തുന്നില്ല എന്നാ ചോദിക്കുന്നത്.
ഒരെണ്ണം കഴിയുമ്പോൾ തന്നെ അടുത്ത കൊല്ലത്തേക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യാം, അടുത്ത കൊല്ലം അപ്പോഴേ അനൗൺസ് ചെയ്യാൻ. അടുത്ത കൊല്ലം നമുക്ക് നല്ല സിനിമാറ്റിക് ഡാൻസ് തുണിയില്ലാതെ തേടാൻ പറ്റുന്ന ഒരു താത്തയെ കിട്ടണം, ആരെങ്കിലും കൊണ്ടുവന്നാൽ അവർക്ക് പ്രത്യേക സമ്മാനം. ഇതാണ് നമ്മുടെ കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവനെന്താ ഇരിക്കുന്നില്ലേ? ഇവിടെ ഡിസ്കോയിലാണ്, പോയി ഇരുന്നോണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെല്ലാം സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം. ഇതാണ് നമ്മുടെ ലോകം എവിടെ എത്തിപ്പോയെന്ന് ആലോചിച്ചു നോക്കൂ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫൽഐനാനി തസിനിയാൻ ഫൽഐനാനി തസിനിയാൻ ഫസിനാഹുമാ അന്നളുറൂ. കേവലം ആണും പെണ്ണും ശാരീരികമാകുന്ന ബന്ധപ്പെടൽ മാത്രമാണ് നിഷിദ്ധമെന്ന് കരുതരുതേ മുസ്ലിമേ, കരുതരുതേ പ്രിയപ്പെട്ട ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൽ ഐനാനി തസ്നിയാൻ. മനുഷ്യ നിന്റെ രണ്ട് കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്, കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. സഹാബാ ഫസിനാഹുമാ അന്നളുറൂ. രണ്ട് കണ്ണിന്റെ വ്യഭിചാരം ഹറാമായ കാഴ്ചയാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവത്തിലേക്ക് നോക്കൽ ഹറാമാണ്. പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങുമ്പോ നിർനിദ്രനായിരുന്നുകൊണ്ട് ചാറ്റിങ്ങിലൂടെ അന്യതാകുന്ന പെണ്ണിന്റെ ആകാര സൗഷ്ഠവങ്ങൾ നോക്കുന്നതായ മുസ്ലിം ഉണ്ടോ, സഹോദരനുണ്ടോ? നിന്റെ കണ്ണ് വ്യഭിചരിക്കുകയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്യരാകുന്ന പരപുരുഷന്മാരിലേക്ക് നോക്കൽ നിഷിദ്ധമാണ്, അത് കണ്ണിന്റെ ഹറാമാണ്, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സിനിമ കാണുന്ന മുസ്ലിമേ, സീരിയലിലൂടെ അന്യ പെണ്ണിനെ കാണുന്ന ചെറുപ്പക്കാരാ, അന്യ ചെറുപ്പക്കാരെ കാണുന്ന പെങ്ങളെ, റീൽസുകളിലൂടെ ഹറാമുകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയല്ലയോ? യൂട്യൂബ് ചാനലിലൂടെ ഹറാമായ തലത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. ഓരോ ദിവസവും 100,000 ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിക്കൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാരല്ലേ? ഫുഡിന്റെ വ്ളോഗുകളും അല്ലാത്തതുമൊക്കെയായി റീൽസുകളിലൊക്കെയായി രാവും പകലും തള്ളി നീക്കുന്നവരില്ലയോ? നീ കാണുന്നത് ഹറാമാണ്. അന്യരാകുന്ന പുരുഷനിലേക്കുള്ള നോട്ടം പെണ്ണേ നിനക്ക് ഹറാമാണ്. അന്യ സ്ത്രീയിലേക്കുള്ള നോട്ടം ചെറുപ്പക്കാരാ നിന്റെ കണ്ണിന്റെ ഹറാമാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലിയേ നീ ഒരിക്കലും ഒരു പെണ്ണിലേക്ക് നീ നോക്കരുത്. അലിയേ ലാ തുത്ബിൻ നളറത. ഒരു വട്ടം നോക്കിയാൽ രണ്ടാമത്തെ നോട്ടം പാടില്ല. ലക്കൻ നളറത്തുൽ ഊലാ. ഒന്നാമത്തെ നോട്ടം അനുവദനീയമാണ്, ആ നോട്ടം തന്നെ ദീർഘനേരം നോക്കാനും അനുവാദമില്ല. രണ്ടാമതൊരു നോട്ടം നീ നോക്കൽ ഹറാമാണ്, നിഷിദ്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കാലം എങ്ങോട്ട്, എവിടേക്കാണ് നമ്മുടെ പോക്ക്? എല്ലാ അവയവങ്ങൾക്കും വിചാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി വല്ലദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽബത്ഷൂ. രണ്ട് കൈകൾക്ക് വിചാരമുണ്ട് സഹാബ. രണ്ട് കൈകളുടെ വിചാരം ഹറാമായതിലേക്ക് പിടിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബസ്സിൽ കയറുമ്പോ, ട്രെയിനിൽ കയറുമ്പോ അന്യ പെണ്ണിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കണ്ട് കൈ അതിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ചെറുപ്പക്കാരില്ലേ, യുവാക്കളില്ലേ? ഹറാമായ തലത്തിലേക്ക് ശരീരം കൊണ്ടുപോയതാകുന്ന ആളുകളില്ലേ? രണ്ട് കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പിടിച്ചതാകുന്ന സഹോദരാ, സഹോദരി, നിന്റെ രണ്ട് കൈകളും നാളെ ആഖിറത്തിൽ നിനക്കെതിരായി സാക്ഷി പറയുകയാണ്. ഈ രണ്ട് കൈകളും പടച്ചറപ്പിന്റെ ദർബാറിൽ പെരടിയിലേക്ക് വെച്ച് കെട്ടപ്പെട്ട നിലയിൽ കൊണ്ടുവരുമത്രേ. നിനക്കെതിരായി സാക്ഷി പറയുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി. ഈ രണ്ട് കൈകൾ കൊണ്ട് നീ ചെയ്തിട്ടുള്ളതായ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, അന്യ പെണ്ണിലേക്ക് നീ അയച്ചിട്ടുള്ള ചാറ്റിങ്ങുകളില്ലേ, അന്യ പെണ്ണ് നിന്നിലേക്ക് അയച്ചിട്ടുള്ളതാകുന്ന ചാറ്റിങ്ങുകളില്ലേ, ഇതൊക്കെ നാളെ സാക്ഷി
സാക്ഷിപത്രമാണ്. നിനക്കെതിരായി വിരലുകൾ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷിപത്രമാണ്. വല്ലദാനി തസ്നിയാൻ ഫസിനാഹുമാ അൽബതുഷൂ. രണ്ട് കൈകൾ വ്യഭിചരിക്കുന്ന സാബ, കൈകൾക്ക് വ്യഭിചാരമുണ്ട് സാബ. കൈയുടെ വ്യഭിചാരം ഹറാമായ തലത്തിലേക്കുള്ള പിടുത്തമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല. വല്ലിതാനു തസിനി, നാവിന് വ്യഭിചാരമുണ്ട് സാബ. ഫസിനാഹു അൽ കലാം, നാവിന്റെ വ്യഭിചാരമാണ്, ഹറാമായ സംസാരമാണ്. അന്യ പെണ്ണുമായിട്ട് രാത്രിയുടെ യാമങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരില്ലേ, അന്യ സ്ത്രീകളെ, മുസ്ലിം സഹോദരിമാരെ, എത്രയോ സഹോദരിമാരുണ്ട് അന്യരാക്കപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരുമായി രാത്രിയുടെ യാമങ്ങളിൽ ഭാഷണം നടത്തുന്നതായ സഹോദരിമാരില്ലയോ? ഉറക്കമില്ലാതെ ഉറക്കമൊഴിച്ചുകൊണ്ട് എത്രയോ മണിക്കൂറുകളായി സംസാരിക്കുകയാണ്, എത്രയോ ദിവസങ്ങളായി സംസാരിക്കുകയാണ്, എത്രയോ മാസങ്ങളായി സംസാരിക്കുകയാണ്, എത്രയോ വർഷങ്ങളായിട്ട് ഈ ബന്ധങ്ങൾ തുടരുകയാണ്. നാളെ ആഖിറത്തിലേക്ക് എത്തേണ്ടവരല്ലയോ? ഈ ലോകത്ത് നിന്ന് വിട പറയുമെന്ന് ചിന്തയില്ലയോ? ഖബറിനെ കുറിച്ച് ചിന്തയില്ലയോ? മഹ്ശറയെ കുറിച്ച് ഓർമ്മയില്ലയോ? നാളെ നരകത്തിലേക്ക് അറിയപ്പെടുമെന്നുള്ളതാകുന്ന ബോധ്യമില്ലയോ? ഈ കണ്ണുകളും ഈ കാതുകളും ശരീരത്തിന്റെ അവയവങ്ങളും നിനക്ക് എതിരായി പടച്ച റബ്ബിന്റെ ദർബാറിൽ സാക്ഷിപത്രമാകുമെന്നുള്ള ചിന്ത എന്തേ മുസ്ലിമേ നിനക്കിൽ നന്യമായി പോയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വല്ലിസാനു തസിനി ഫസിനാഹു അൽ കലാം. നാവിന് വ്യഭിചാരമുണ്ട് സാബ, നാവിന് വ്യഭിചാരമുണ്ട് സാബ. നാവിന്റെ വ്യഭിചാരം ഹറാമായ ഭാഷണമാണ്. കാമുകിയുമായി നേരം വെളുക്കുന്നതുവരെ സംസാരിക്കുന്ന കാമുകനുമായി നേരം വെളുക്കുന്നതുവരെ സംസാരിക്കുന്ന കാമുകി. ആ സംസാരത്തിലൂടെ ലദ്ദത്ത്, ഒരു സുഖവും നിനക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോ, ഈ നാവിന്റെ ഭാഷണം അത് നാവിന്റെ വ്യഭിചാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇങ്ങനെ ഓരോ അവയവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറയുന്നുണ്ട്. വരിജലാനി തസ്നിയാൻ, വരിജലാനി തസ്നിയാൻ ഫസിനാഹുമാ അൽ ഖുതാ. രണ്ട് കാലുകൾക്ക് വിചാരമുണ്ട്. കാലിന്റെ വിചാരം ഹറാമായ തലത്തിലേക്കുള്ള നിന്റെ ചവിട്ടടിയാണ്, ഹറാമായ തലത്തിലേക്കുള്ള യാത്രയാണ്. കാമുകിയെ കാണാൻ വേണ്ടി ഇന്ന സ്ഥലത്തേക്ക് പോവാ, പുതിയാവിലേക്ക് പോരെ, അവിടുന്ന് ബസ്സിൽ കയറി പോവാ. ഓച്ചറയിലേക്ക് പോരാ, നമുക്ക് അവിടുന്ന് കറങ്ങാൻ പോവാ. ഇല്ലെങ്കിൽ അഴീക്കൽ ബീച്ചിലേക്ക് പോവാ, കുറച്ചു നേരം നമുക്ക് ഉപ്പുവെള്ളം കുടിച്ചോണ്ടിരിക്കാം റാഹത്തായിട്ട്, ആരും കാണത്തുമില്ല, വെള്ളത്തിൽ മുങ്ങി നിൽക്കാം, വേണമെങ്കിൽ കപ്പലെടുത്താ വഴി പോയേക്കാം. ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നവർ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇപ്പൊ കൂടുതൽ അവിടെയാണല്ലോ അല്ലേ? ഞായറാഴ്ച ദിവസം ഇപ്പൊ പോയില്ല, ഇന്ന് പോയില്ല അഴീക്കൽ, ഇന്ന് പോയില്ലോ സാർ, കഴിഞ്ഞ ആഴ്ച പോകാൻ പറ്റും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അഴീക്ക ബീച്ചിലാ പിള്ളേർ മൊത്തം. ഉള്ളിൽ പോകാന്ന് പറഞ്ഞ് രാവിലെ ബാഗ് തൂക്കി ഇറങ്ങി അഴീക്ക ബീച്ചിൽ പോയി തരംഗത്തിൽ പോയി ഒരു പടമൊക്കെ കണ്ട് സെറ്റായിട്ട് തിരിച്ചു വരികയാണ്. ആഹത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ തലമുറ. അള്ളാഹുവെ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാ. എവിടേക്കാണ് നമ്മുടെ തലമുറയുടെ പോക്ക്? അപ്പൊ ഹറാമായ തലത്തിലേക്ക് നിന്റെ കൈ പോയാൽ, നിന്റെ കാല് പോയാൽ ഒക്കെ നാളെ ആഖിറത്തുൽ ഹിസാബ്. നാളെ ഇതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും. മനസ്സിലായിക്കോ? അല്ലാതെ പെണ്ണുമായി അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധം, ലൈംഗിക വീഴ്ച, അതാണ് ഹറാം. അങ്ങനെയാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അതല്ല, കണ്ണുകൊണ്ടുള്ള കാഴ്ച ഹറാം, കൈകൊണ്ടുള്ള പിടുത്തം ഹറാം, കാലുകൊണ്ടുള്ള നടത്തം ഹറാം, നാവ് കൊണ്ടുള്ള സംസാരം ഹറാം. ഇതിനൊക്കെ വ്യഭിചാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി മനസ്സിലായിക്കോ? നമ്മൾ
ഇനിയെങ്കിലും നന്നായിക്കോ. റമദാൻ വരികയാണ്. പരിശുദ്ധമായ റമദാൻ നമ്മുടെ പടിവാതിക്കലെത്തിയിരിക്കുന്നു. സാധ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ ഹറാമായത് കണ്ടുപോയി, ഹറാമായത് കേട്ടുപോയി, ഹറാമായത് ഞാൻ കണ്ടുപോയി, കാതുകൾ കൊണ്ട് ഞാൻ അങ്ങനെയുള്ളത് കേട്ടു സംസാരിച്ചു. ആവശ്യമില്ലാത്ത തലത്തിലേക്ക് എന്റെ കൈ പോയിട്ടുണ്ട്, കാല് പോയിട്ടുണ്ട്, എന്റെ നാവ് പോയിട്ടുണ്ട്, എന്റെ കണ്ണ് പോയിട്ടുണ്ട്, എന്റെ ഹൃദയം കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു എനിക്ക് നീ പുറത്തു തരണേ നാഥ എന്ന് ഈ പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിൽ പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയ സഹോദരങ്ങൾ. തെറ്റ് വന്നു പോകുന്നത് സ്വാഭാവികമാണ്, മനുഷ്യനാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, കുല്ലു ബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികൾ തെറ്റുകാരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരെയാണെന്നും ഹബീബുനാ റസൂലുള്ളാഹി. തെറ്റ് ചെയ്തു, സ്വാഭാവികമാണ്, മനുഷ്യനാണ്. സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകും. അന്യരാകുന്ന പുരുഷനുമായിട്ടുള്ള നോട്ടമുണ്ടായിട്ടുണ്ടാകും, സ്പർശനമുണ്ടായിട്ടുണ്ടാകും, തലോടലുണ്ടായിട്ടുണ്ടാകും, ചിലപ്പോൾ ബന്ധപ്പെടൽ വരെ ഉണ്ടായിട്ടുണ്ടാകും. അല്ലാഹു കാക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകൾ പടച്ചറബിലേക്ക് തൗബ ചെയ്യും. സാഹചര്യങ്ങൾ കൊണ്ട് ഒരു അന്യ പെണ്ണിനെ കയറി പിടിച്ചുപോയി, അവൾ അതിന് വശംവദരായി പോയി. സാഹചര്യമാണ്, മനുഷ്യനാണ്, തെറ്റുവന്നു പോയി. പടച്ചറബിലേക്ക് തൗബ ചെയ്യൻ. അള്ളാഹു ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോകില്ല, അറിയാതെ സംഭവിച്ചു പോയി, അറിയാതെ എന്റെ കണ്ണുകൾ കൊണ്ട് അശ്ലീലത കണ്ടുപോയി, ഹറാമായത് കേട്ടുപോയി, ഹറാമായ തലത്തിലേക്ക് എന്റെ കൈകളെ കൊണ്ടുപോയി, ഹറാമായ തലത്തിലേക്ക് ഞാൻ നടന്നു നീങ്ങി, ഇനി ഒരിക്കലും ഞാൻ പോകില്ല അല്ലാഹ്, ഇനി ഒരിക്കലും ഞാൻ പോകില്ല റഹ്മാനെ എന്ന് പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യൻ. നസൂഹായ തൗബ നടത്തി അല്ലാഹു തൗബ സ്വീകരിക്കും, ഉറപ്പാണ്. അല്ലാഹു തൗബ സ്വീകരിക്കട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗബ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ഹറാമുകൾ കണ്ടവരാണ്. സിനിമയും സീരിയലും അശ്ലീലതകളും ഒക്കെ കണ്ട മോമിനീങ്ങൾ, റീൽസുകൾ കണ്ടവർ, മോശപ്പെട്ട വീഡിയോകൾ കണ്ടവർ എത്രയോ ആളുകളുണ്ട്. ഒക്കെ പടച്ചറബിലേക്ക് ഏറ്റുപറയേണ്ട സമയമാണ്. നമ്മളിതിങ്ങനെ കാണുന്നു, വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല, പല ആളുകളും റമദാനിൽ പോലും നോമ്പ് നോൽക്കുന്നുണ്ട്, എന്നിട്ട് എത്രയോ സിനിമ ഇരുന്ന് അങ്ങനെ കണ്ടു തീർക്കുക. അങ്ങനത്തെ പരിപാടി. ഉദരം കൊണ്ട് നോമ്പ് പിടിക്കുക, വൈറലിന് നോമ്പാണ്. എന്നിട്ട് എന്ത് ചെയ്യാ, സിനിമ ഒന്ന് കയറ്റി തറാവീനെ അല്ലുമ്പോ മാർക്കെങ്കിൽ മാർക്ക് എന്തെങ്കിലും വേണ്ട കയറി എന്നിട്ടുള്ള പടമൊക്കെ കയറ്റി റാഹത്തായിട്ട് സിനിമ കണ്ടോണ്ടിരിക്കുക പകല് മുഴുവൻ. വല്ല കൂലിയുണ്ടോ? ഒരു കൂലിയുമില്ല, ഒരു കൂലിയുമില്ല. പുതിയ തലമുറയുടെ ട്രെൻഡ് ഇതൊക്കെയാണ്. പകലിരുന്നിട്ട് എല്ലാ വീഡിയോ ഇരുന്ന് കാണുകയാണ്. കാരണം തലേ ദിവസം ബെല്ലൈക്കൺ അമർത്തി വെട്ടി പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് പല ചാനലും. ഇതെല്ലാം കണ്ടിരിക്കണം. അതുകൊണ്ട് ഏത്തിക്കാഫ് ഇരുന്നിട്ട് ഫുള്ളിരുന്ന് കാണുക. എങ്ങനെ നമ്മുടെ നോമ്പ് ശരിയാവും? നോമ്പൊന്നും സ്വീകരിക്കൂല. നിങ്ങൾ മനസ്സിലാക്കുന്നത് വയറുകൊണ്ട് കുറച്ച് പട്ടിണി കിടന്ന നോമ്പാവുന്നാണോ? അതൊന്നും നോമ്പല്ല. قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മല്ലം യദഅ ഖൗല സൂർ മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തഅമഹു വശറാബാ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നോമ്പ് നോൽക്കുന്നതായ ചില ആളുകളുണ്ട്. അവർ അതാ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കുന്നില്ല. നോമ്പ് നോൽക്കുകയാണ്, എന്നിട്ട് സിനിമ കാണുകയാണ്, സീരിയൽ ദർശിക്കുകയാണ്, അശ്ലീലമായ ഭാഷണങ്ങൾ നടത്തുകയാണ്, ഹറാമായ സംസാരങ്ങൾ പള്ളിയിൽ വെച്ച് സംസാരിക്കുകയാണ്, ഏഷണി പറയുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്, മോശപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്തുകയാണ്, അനാവശ്യ ചെയ്തികൾ ചെയ്യുകയാണ്. കാണാത്ത സിനിമകളില്ല, കാണാത്തതാകുന്ന ഹറാമുകളില്ല. ഈ രീതിയിൽ പകൽ നോമ്പ് നോൽക്കുന്ന മുസ്ലിമേ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബാ. അവന് പട്ടിണി കിടക്കുന്നതിൽ അല്ലാഹുവിന് ഒരു ആവശ്യവുമില്ല, അവന്റെ നോമ്പ് കൊണ്ട് ഒരു പ്രതിഫലവും കിട്ടുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. നോമ്പ് കൊണ്ട് ഒരു കൂലി ഉണ്ടാവൂല. മനസ്സിലായിക്കോ? അതൊക്കെ പഠിച്ചു നോക്കേണ്ട വിഷയമാണ്. മിക്ക ആളുകൾ റമദാൻ വരുമ്പോ എന്ത് ചെയ്യാ, നല്ല സിനിമ ഒക്കെ കറക്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ്. എന്നിട്ട് അതെല്ലാം ഇരുന്ന് പകലിരുന്ന് കാണും. 2 സിനിമ കാണുമ്പോൾ റാഹത്തായി ഉച്ചയായി. അപ്പോൾ പുറത്തോട്ടൊക്കെ പോയി തുപ്പിയിട്ട് പിന്നെ വന്ന് അടുത്തൊരു സിനിമ കണ്ടു. 3 ആവുമ്പോൾ അസറായി. പിന്നെ നല്ല പിള്ളേരോട് ചോദിക്കും, എവിടെയാണ് ഇന്ന് ഫുഡുള്ളത്? അവരെ മയ്യത്തുങ്കരയിൽ. മയ്യത്തുങ്കര പള്ളി പണി നടക്കില്ല, അവിടെ ഇല്ല. എന്നാ അവിടെ ഇല്ല, അപ്പുറത്താണ്. അപ്പുറത്ത് അയക്കാവില്ല. എന്നാ അങ്ങോട്ട് പോവാ, ഫുഡുള്ള സ്ഥലത്തോട്ട് ഓടിപ്പോ റാഹത്ത്.
അവിടെ പോയി നല്ല റാഹത്തായിട്ട് ഫുഡൊക്കെ അടിച്ച് സെറ്റാകുക. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കണം. ഇതായിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. തറാവീഹ് ആവുമ്പോഴോ, തറാവീഹ് അലംതറ മുതൽ താഴോട്ട് പോകുന്ന ഖത്തീബിനെ അന്വേഷിക്കാൻ, ഏറ്റവും നല്ല സ്പീഡിൽ പോകുന്ന ഖത്തീബിന് പ്രത്യേകം കുലുക്കി സർബത്ത് കൊടുക്കും. അങ്ങനെ എവിടെയുള്ളതെന്ന് അന്വേഷിക്കാം. അപ്പോൾ പറയും ഇവിടെ ഒന്നും ഇല്ല, അതങ്ങ് ഓച്ചറയ്ക്കപ്പുറത്താണ്. ഉദാഹരണം പറയട്ടെ, ഇനി ഓച്ചറപ്പുറത്ത് പോയി അന്വേഷിക്കണ്ട. അപ്പോൾ ഇവിടുന്ന് ബൈക്ക് എടുത്ത് ഒരൊറ്റ പോകാം, 3/4 മണിക്കൂർ പോയാലും കുഴപ്പമില്ല, ബൈക്ക് എടുത്തൊരു പോക്കൂ ട്രെൻഡാണ്. എന്നിട്ട് ഇങ്ങനെ കറങ്ങാം ഫുള്ള് ഷെയ്ഖോളിയുടെ അതിലെ കൂടെ ഇങ്ങനെ കറങ്ങി അവസാനം അവിടെ പോകുമ്പോൾ അവിടെ 10 റക്അത്ത് കഴിഞ്ഞ് റാഹത്തായി. അലന്തറ പോകുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് ഏത് അലന്തറയാ? 11ാമത്തെ റക്അത്തിന്റെ അലന്തറയാണ്. 2ാമത്തെ ട്രിപ്പ് പോകുന്നത് ആയിക്കോട്ടെ. അങ്ങനെ ആ 10 റക്അത്ത് നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ച്, എന്നിട്ട് പിന്നെ തിരിച്ചു വരിക. അല്ലാഹ് പോകുന്ന വഴിക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ച് സെറ്റായിട്ട് തിരിച്ചു വരിക. തറാവീഹ് 20 റക്അത്ത് കിട്ടിയിട്ടുമില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കും. റമദാനാകുമ്പോൾ നടക്കുന്ന ഒരു ട്രെൻഡ് പരിപാടികളാണ്. ബൈക്ക് എടുത്ത് ഇങ്ങനെ കറങ്ങാം, കുറച്ച് പെട്രോൾ ഇങ്ങനെ കത്തിക്കണം, കുറച്ചിങ്ങനെ കറങ്ങണം. എവിടെ പോകാൻ ചോദിച്ചാൽ തറാവീഹ് നിസ്കരിക്കാൻ പോകും. പോലീസ് പിടിച്ചാൽ ഇത് തന്നെ വരും, തറാവീഹ് നിസ്കരിക്കാൻ പോകും. എല്ലാവരോടും പറയാനൊരു വകുപ്പായല്ലോ, തറാവീഹ് നിസ്കരിക്കും എന്ന് പറയാം. തറാവീഹ് ഇവന്റെ കൂടപ്പിറപ്പാണ്. ഇശാ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, എന്നിട്ട് ആ തറാവീഹിന്റെ കാര്യം പറയും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇവിടെ ഫർളുകളെ ഗൗനിക്കണം. ഫർള് നമസ്കരിക്കാത്തവന് സുന്നത്തിൽ യാതൊരു ഗുണവുമില്ല. ഫർളാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്. പല ആളുകളും തറാവീഹിനെ മാത്രം ഗൗനിക്കുന്ന മുസ്ലിം സഹോദരങ്ങളുണ്ട്. ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇശാ നമസ്കരിക്കാതെ തറാവീഹിലേക്ക് നിൽക്കരുത്. ഇശായാണ് മർമ്മപ്രധാനം. ഇശാ കഴിഞ്ഞതിന് ശേഷമേ നിനക്ക് തറാവീഹുള്ളൂ. മനസ്സിലാക്കണം. ഓരോ നിസ്കാരത്തിന്റെ മഹത്വം മനസ്സിലാക്കണം. എന്നല്ല, ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബു സുന്നത്തുകൾ, അതാണ് ഒന്നുകൂടി മഹത്വം. അതും നിസ്കരിക്കാതെ ചില ആളുകൾ ഇശായ്ക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കൂല. എന്നിട്ട് എന്ത് ചെയ്യും? തറാവീഹിന് അലന്നബിയിൽ മുസ്തഫ വിളിക്കുമ്പോൾ കയറിയിട്ട് തറാവീഹ് നിസ്കരിക്കും. ഈ തറാവീഹ് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്താണ് ഏത്? ഇശായിന്റെ സുന്നത്ത്. അത് പഠിക്കണം. അതറിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ തലമുറയുടെ പ്രശ്നം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ സുന്നത്ത് നമസ്കാരങ്ങൾ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് ഏത്? സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. സുബഹിയുടെ ബാങ്ക് വിളിച്ച ഉടനെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കൊപ്പം അലം നശ്റഹ് ലക സദ്റക് എന്ന സൂറത്ത് ഓതി, അതിനോടൊപ്പം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതി നിസ്കരിക്കണം. 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് ഓതി ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി നിസ്കരിക്കണം. അങ്ങനെ റാഹത്തായിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. നിസ്കരിച്ചാൽ എന്താ കിട്ടുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ സല്ലാ സുന്നതൈ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ സദഖ റസൂലുള്ളാഹി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ 2 റക്അത്തിൽ കൃത്യമായി 1ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന സൂറത്തും 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ എന്ന സൂറത്തുൽ ഫീൽ മോദി നമസ്കാരം കൃത്യമായി നിർവഹിച്ചവരുണ്ടോ, ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമമോ ഒരു ദുഃഖമോ ഒരു പ്രയാസമോ ഒരു വേദനാജനകമാകുന്ന വാർത്തയോ കേൾക്കേണ്ടി വരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെ നിസ്കരിക്കണം? സുബഹിയുടെ ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുന്നത്ത്. ഉസല്ലി സുന്നത്ത് സുബഹിൽ ഖബലിയത്തി റക്അത്തൈനില്ലാഹി തആല. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കും. എന്തോദനം? ഫാത്തിഹ 1ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക് അറിയില്ലേ? അതോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് കൂടി. 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും അതോടൊപ്പം തന്നെ ഏത്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതി നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം ഒരു വിഷമമോ പ്രയാസമോ ദുഃഖമോ ഒന്നും ഉണ്ടാവൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ ചെയ്തു നോക്കണം. മുജറബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സ്വഹാബത്ത് ചെയ്തു, അയിമ്മത്തുകൾ ചെയ്തു, ഇന്നും ചെയ്തു വരുന്നു. എല്ലാ മഹത്തുക്കളും, എല്ലാ ഇമാമിങ്ങളും, എല്ലാ മഹത്തുക്കളും, എല്ലാ മുഅ്മിനീങ്ങളും. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിന്റെ സിറായ ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയ വലിയ രോഗങ്ങളെ തൊട്ട് പരിപൂർണ്ണ ശമനം കിട്ടും എന്നുവരെ പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. എന്തുമായിക്കോട്ടെ, നിലനിർത്തി വാ, അപ്പൊ അതിന്റെ ഒരു ഗുണം മനസ്സിലാവും.
അപ്പൊ സുബഹിയുടെ ഫർളല്ല, അതിനു മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന്റെ കാര്യം പറഞ്ഞത്. ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്തുകളാണല്ലോ റവാത്തിബ് സുന്നത്ത് എന്ന് പറയുക. അതിന് വളരെ മഹത്വമാണ്. അതിൽ തന്നെ ഏറ്റവും മഹത്വമുള്ള സുന്നത്താണ് ഏത്? സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. അതിന്റെ മഹത്വം ഇപ്പൊ പറഞ്ഞത്. അതെങ്ങനെ നിസ്കരിക്കണം എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത്. ഇങ്ങനെ നിസ്കരിച്ചാൽ അന്നത്തെ ദിവസം നല്ല റാഹത്തുണ്ടാവും, ഒരു വിഷമം ഉണ്ടാവൂല, ഒരു ടെൻഷനും ഉണ്ടാവൂല, എല്ലാം റാഹത്തായിരിക്കും. ചെയ്തു നോക്കിയാൽ നാളെ മുതലൊന്ന് ചെയ്തു മുടങ്ങാതെ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ നിസ്കാരം ഉള്ളവരാണ് പറയുന്നത്. നിസ്കാരം പോലും ഇല്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എങ്ങനെ രക്ഷപ്പെടാനാ? എങ്ങനെ രക്ഷപ്പെടും? ഇന്നൽ മുനാഫിഖീൻ യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഊഹും വഇദാ ഖാമൂ ഇലാ സ്വലാത്തി ഖാമൂ കുസാലാ യുറാഊന الناس ولا يذكرون الله إلا قليلا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു കപട വിശ്വാസികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ മടിയാണ്, അലസതയാണ്. നിസ്കരിക്കാൻ നിന്ന ഭയങ്കര അലസത, മടി. അങ്ങനെയുള്ള ആളുകളുണ്ടോ എങ്കിൽ അവർ കപട വിശ്വാസികളാണ്. നബിയുനാ റസൂലുള്ളാഹി. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന് ചിന്തിക്കാം. റമളാൻ വരുമ്പോ തന്നെ തറാവീഹ് നിസ്കരിക്കാൻ മടി, അലസത. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഏറ്റവും കുറഞ്ഞ സൂറത്ത് ഓതുന്നതാകുന്ന പള്ളി നോക്കി പോകുന്നത്. കാരണം എന്താ? നിസ്കാരത്തോട് മടിയായിട്ടാണ്. അല്ലാതെ ഖത്മ് തീർക്കുന്ന പള്ളിയിൽ തന്നെ റാഹത്തായിട്ടെന്നാ നിൽക്കാം, ആ ഇമാമിന്റെ പിന്നിൽ നിൽക്കാം. ആർക്ക് ചിന്തയുണ്ട്? വളരെ കുറഞ്ഞ ആളുകൾ. ആ ആളുകൾ മരണത്തെ പ്രതീക്ഷിക്കുന്നതാകുന്ന അത്ത അമ്മ സഹോദരൻ, അത്ത അമ്മ കൂട്ടുകുടുംബാദികളായിരിക്കും. അവരൊക്കെ റമളാനിൽ പ്രതീക്ഷ വെക്കുന്നത് എങ്ങനെയെങ്കിലും മരിക്കും. അപ്പൊ ഈ റമളാനിൽ ഇങ്ങനെ റാഹത്തായിട്ട് അത്ത പള്ളിയിൽ പോയി നേരത്തെ പോയി നിസ്കരിക്കും. അപ്പ നേരത്തെ പള്ളിയിൽ പോകും. എന്താ കാര്യം? നേരത്തെ നിസ്കാരത്തിൽ പങ്കെടുത്ത റാഹത്തായിട്ട് ഇതിന് ശേഷം മരണം ഉണ്ടായ ഖൈറായ മരണം കിട്ടും. ആ ഒരു ചിന്തയില്ല. മരിക്കാൻ പോകും എന്നുള്ള ചിന്ത ഉള്ളവരാ ചെറുപ്പക്കാരൊക്കെ പുറകോട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദീനിന്റെ വിഷയത്തിൽ പുറകോട്ടാണ്. وَإِذَا قَامُوا إِلَى الصَّلَاةِ قَامُوا كُسَالَى. നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ അലസതയാണ്, മടിയാണ്. അത്തരക്കാരായ ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് തീർച്ചയായും നരകമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ.